Hi friends, welcome to Puturans. ഇന്നത്തെ വീഡിയോയിൽ മൈക്രോഗ്രീൻസിനെ എങ്ങനെയാണ് വീട്ടിൽ വളർത്തുന്നത് എന്നാണ്. മൈക്രോഗ്രീൻസ് എന്നത് ബേബി പ്ലാന്റ്സ് ആണ്, ചെറിയത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് 2-3 ആഴ്ച കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റും. അതുമാത്രമല്ല ന്യൂട്രീഷ്യസ് റിച്ച് ആണ് മൈക്രോഗ്രീൻ. ഇത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ കീടങ്ങളുടെ ശല്യം ഉണ്ടാവുന്നില്ല. കൊക്കോ പീച്ചിൽ ചെയ്യാം, അല്ലാതെ ടിഷ്യൂ പേപ്പറിൽ ചെയ്യുന്നുണ്ട്, അല്ലാതെ മണ്ണിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി എങ്ങനെയാണ് മൈക്രോഗ്രീൻസ് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുന്നത് എന്ന് ഞാൻ ചെറുപയർ കൊണ്ടാണ് ഈ മൈക്രോഗ്രീൻ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണെങ്കിൽ നമ്മൾ കുതിർത്തിട്ട് കുതിർത്ത് ഒന്ന് മുളപ്പിച്ചിട്ട് നടുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് വളരാൻ നല്ലത്. ഞാനിത് ഓവർനൈറ്റ് കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി കുതിർത്തതിന് ശേഷം ഞാനിത് മുളപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാത്രം എടുത്തിട്ട് ഒരു നല്ലൊരു ക്ലീൻ ക്ലോത്ത് അതിൻ്റെ മുകളിലിട്ടതിന് ശേഷം നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഒഴിച്ച്, അതായത് അതിൻ്റെ ഒരു വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു തുണി ഉപയോഗിച്ച് തന്നെ ഇതൊരു കിഴി കെട്ടുന്ന പോലെ നമ്മളൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടാലും മതി. ഇനി ഒരു ദിവസം നമ്മളിതൊന്ന് മാറ്റി വെക്കുക, അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് മുളച്ച് വരും. ഇനി നമുക്കിത് നടാനുള്ള ട്രേ എങ്ങനെയാണ് ഹോൾ ഇടുന്നത് നോക്കാം. ഇതുപോലെ ഒരു ഫോർക്ക് എങ്ങാനും ചൂടാക്കിയതിന് ശേഷം ആ ഒരു ട്രേയുടെ പ്ലാസ്റ്റിക് ട്രേ ആണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെടിച്ചട്ടി എടുക്കാം, അതാകുമ്പോൾ ഓൾറെഡി ഹോൾ ഉള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വെറുതെ മണ്ണിലും നടാം, അല്ലെങ്കിൽ ഗ്രോ ബാഗിലും നടാം. ഇനി നമുക്കിതിലേക്ക് ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചകിരിച്ചോറ് വെച്ചാണ് ചെയ്യുന്നത്. ഇല്ല, ചകിരിച്ചോറ് അവൈലബിൾ അല്ലെങ്കിൽ മണ്ണ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സിമ്പിളായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചും ചെയ്യാം. ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 3 ലെയർ ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ഇട്ടിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ് കേട്ടോ. അതിൻ്റെ ഹോളിനകത്തൂടെ എല്ലാം വെള്ളം പോകും. അതായത് നമ്മൾ നനഞ്ഞ ഒരു ചകിരിച്ചോറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന പയർ എന്തുവായെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കുമായിരുന്നു. നമുക്കിത് തുറന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പം ഒരുപാടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് സ്ഥലത്തേക്കാണ് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇത്രയൊന്നും വിത്ത് കുതിർക്കാൻ ഇടണ്ട. ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് വിത്ത് അവൈലബിൾ ആണ്, വിത്തും മൈക്രോഗ്രീൻസ് നടാനുള്ള ട്രേയും ഒക്കെ. പക്ഷെ നമ്മളിവിടെ സിമ്പിളായിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചെടിച്ചട്ടി ആണെങ്കിലും ഉപയോഗിക്കാം. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ വിത്ത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് ഇങ്ങനെ അടുപ്പിച്ചിട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വിത്ത് ഒരുപാട് അടുപ്പിച്ചിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത്രയും അടുപ്പിച്ചിടാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിനൊഴിച്ച് കൊടുക്കാം. കുത്തനെ ഇങ്ങനെ ഒഴിക്കാൻ പാടില്ല, കുറച്ച് ഇതുപോലെ ഇങ്ങനെ തളിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേയർ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡിയാണ്. നമുക്ക് ഇനി ഇത് ഒരു ഷെയ്ഡ് സ്ഥലത്ത് കൊണ്ട് വെക്കാം. ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വേണം ഇത് വെക്കാൻ. ഇതിപ്പോൾ നമ്മൾ മൈക്രോഗ്രീൻ വെച്ചിട്ട് 2ാമത്തെ ദിവസമാണ്. ചെറുതായിട്ട് 2-3 എണ്ണത്തിനകത്തുനിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇലയൊക്കെ പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു കുപ്പിയിൽ ഹോൾ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അടുത്തായിട്ട് കാണിക്കാൻ, കണ്ടോ, ചെറുതായിട്ട് ഇലയൊക്കെ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു കുപ്പിയുടെ ഹോളിൽ
നമ്മുടെ ചെറിയ സേഫ്റ്റി പിൻ വെച്ചിട്ട് സേഫ്റ്റി പിൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഹോളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും വെള്ളം. ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ ചെയ്തതാണ്. എല്ലാ ദിവസവും നമ്മളിതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ 2 നേരം വെള്ളം ഒഴിച്ചാലും നല്ലതാണ്. ഇതിപ്പോൾ Day 6 ആണ്. നല്ല മാറ്റമുണ്ട്, നന്നായിട്ടത് വളർന്നു വന്നിട്ടുണ്ട്. ശരിക്കും എല്ലാവരും ഈ ഒരു മൈക്രോഗ്രീൻസ് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. കാരണം ന്യൂട്രീഷ്യസ് റിച്ച് ആണ് മൈക്രോഗ്രീൻസ്. കൂടാതെ തന്നെ ഒരുപാട് കെയറിങ്, ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട ഈ ഒരു മൈക്രോഗ്രീൻ വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി. Day 5 മുതൽ നമുക്കിത് വെയിലത്ത് വെക്കാം, പക്ഷെ ഡയറക്റ്റ് സൺലൈറ്റിലല്ല. ഇപ്പോൾ ഈ ചെടിയുടെ ചില തണ്ടൊക്കെ ഒന്ന് ഒടിഞ്ഞതുപോലെയാണ്. കാരണം നമ്മൾ കുറച്ച് മണ്ടയ്ക്കൊന്നും ഇങ്ങനെ വെള്ളം കുത്തി ഒഴിക്കുന്നതുകൊണ്ടാണത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്പ്രെയർ തന്നെയാണ്. അതാകുമ്പം നല്ല പവറൊന്നും അത്രയ്ക്കില്ല, നല്ലതായിട്ട് നമുക്ക് വെള്ളം കൊടുക്കുകയും ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ നമുക്കിത് വിളവെടുക്കാം. കാരണം ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതായത് 2-3 ഇഞ്ച് പൊക്കം വെക്കുമ്പം അതിൻ്റെ ആദ്യത്തെ 2-3 ലീവ്സ് വരുമ്പോൾ നമുക്കിതിനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്. ഡോണ്ട് ഫോർഗെറ്റ് ടു